അന്ന് ഞാൻ നോ പറയുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ റിഗ്രറ്റ് അടിച്ചു. കാരണം സത്യം അങ്ങനെ വളരെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഷിബക്കിന്റെ ഭയങ്കര ഒരു ബ്രോ, ഒരു കാക്ക, ഭയങ്കര കാക്ക, ഞാന് ഒരു മൂത്ത ഏട്ടനില്ല. ഇവരുടെ എനിക്ക് ആലോചനകൾ വരും. അപ്പോഴൊക്കെ എത്താണ് എനിക്ക് വെറുതെ രസമില്ല. കുറച്ച് ലോങ്ങാണ് പറയും, വെറുതെ ലോങ്ങൊന്നും കെട്ടിപ്പോണ്ട. കേക്കണം, ഞാൻ വേറെ ആൺകുട്ടികളെ പ്രേമിക്കൊന്നും പേടിച്ചിട്ടോ എനിക്കറിയില്ല. എന്നെ കൊണ്ടേ ഗേൾസ് കൊണ്ട് ചേർത്തിക്ക. ഞാൻ പിന്നെ ഉമ്മാട് പറഞ്ഞില്ല, രാവിലെ രാവിലെ മാറ്റി പറയും. കാരണം ഇവിടെ പറയാനെ പറ്റിച്ചാണ് ആലോചിക്കാണ് ഇതിപ്പോ ശരിയാവോ. രാവിലെ ഇഷ്ടമാണ്, പിറ്റേ വൈകുന്നേരം പറയും മാണ്ട നടക്കൂല. അത് പിന്നെ എനിക്ക് നല്ല ബ്രോ ആണ്. അന്ന് ഞാൻ നോ പറയുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ റിഗ്രറ്റ് അടിച്ചു. സത്യം ബാബുവിന്റെ തടിനെ കുറിച്ചിങ്ങാണ്ട് നല്ല പറച്ചിലായിരുന്നു. ബാബുവിനെ എന്തിനാണ് വിളിച്ചത്? അവിടെ വന്നിട്ട് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് അവിടെ ചോറ് ചെയ്യാതെക്കാനാണോ? ഭയങ്കരമായൊരു നെഞ്ഞത്തേക്ക് തറച്ചൊരു കമന്റ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒന്നിന്റെ തടിന്റെ കമന്റ് നമ്മൾ കുറെ ഭക്ഷണം വെച്ചിട്ടില്ല. വെള്ളം കുടിച്ചാല് തടി കൂടും, വെള്ളം കുടിച്ചാൽ തടി കൂടും. അത് ആർക്കും അറിയില്ല, അതൊരു ഹോർമോൺ, ഇത് ഒരു ഇതാണ്. വെള്ളം കുടിച്ചാൽ തടി കൂടും. അങ്ങനത്തെ ഒരു ദശ ആൾക്കാർക്ക് എന്താ ഞാനങ്ങനെ തിന്നിട്ട് തന്നെ മറിയാണ്. പിന്നെ കല്യാണത്തിന് വേണ്ടി ഇവിടെ കിട്ടാൻ വേണ്ടി ഞാൻ ഭയങ്കരമായ ഒരു 50 കിലോ കുറച്ചു. ഇങ്ങനെ ആക്കി. അപ്പോഴും ആൾക്കാർക്ക് പരാതി, എനിക്ക് എന്താ ഷുഗർ കുടിച്ചാണോ? ഞാൻ മഞ്ചേരി ജിമ്മിലെ പോലെ അപ്പൊ ഒരു ട്രാക്കാണ്, 6 മണിക്കൂർ വർക്കൗട്ടാ. ആർക്ക് പറയാൻ വിശ്വസിക്കും, അത്രക്ക് ട്രാക്കാണ്. ഡെയിലി 1 കിലോ വെച്ച് പറയും. കൊറോണന്റെ മുന്നെയാണ് കല്യാണം കഴിഞ്ഞത്. കാരണം ഒരു പണിയില്ല. ഞാനാണ് എനിക്ക് ആദ്യം കല്യാണം കഴിഞ്ഞ് പോയാല് കുറെ വരക്കണം, എനിക്കായിട്ട് ഒരു ഏരിയ ഉണ്ടാക്കണം, അങ്ങനൊക്കെ ഒരു മൈൻഡിൽ വെച്ച് പോയത് കല്യാണം കഴിഞ്ഞിട്ട്. നമ്മളെ കമന്റ് ബോക്സിലൊക്കെ എന്താ ചോദിക്കാറുണ്ടോ, എന്തെങ്കിലും വല്ല പണിക്ക് പോയിക്കൂടെ? ഇത് വെറുതെ കിട്ടുന്ന പരിപാടി, ഇത് എന്തൊക്കെ റിസ്ക് ഉണ്ട് ഇതിന്റെ പുറമെ. ഇതെന്താന്ന് അറിയണവർക്ക് ഇതിനെ പറ്റി അറിയൂ. ശരിയാണ്, കണ്ടമാന ലക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്, അത് വെറുതെ കിട്ടുകയാണ്. അങ്ങനത്തെ ചിന്താവില്ല. ഇതിന്റെ അവസ്ഥ എന്താ? നമ്മള് നേരം പോലെ തിരിച്ചാ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കണം. അതിന്റെ പുറത്ത് ഒന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എന്താ റിസ്ക്, ഒന്നും ആൾക്കാർക്ക് അറിയില്ല. ഓരോ മൈൻഡിൽ ഓരോന്ന് വിളിച്ചു പറയും കമന്റ് ബോക്സിൽ. എന്റെ പേര് ആദ്യം വേറെ പേരായിരുന്നു, അമ്മോന്. എന്റെ പേര് സജീർ ബാബു എന്നായിരുന്നു. സ്കൂൾക്ക് നമ്മൾ ചേർത്താൻ കൊണ്ടുപോയപ്പോ അന്നത്തെ ഇതല്ലേ അമ്മ കൊണ്ട് ചേർക്കപ്പോള് അമ്മോനെ പോലെ ഒന്നെങ്കിൽ പോലെ എഴുതിയത് മാറിയതാണോ ഞമ്മ പറഞ്ഞത് മാറിയാണോ? അപ്പൊ പിന്നെ ഞാൻ സ്കൂൾ പണ്ടത്തെ ആൾക്കാർക്ക് പേര് പറഞ്ഞു സ്കൂളിൽ ചേർത്തിക്കാണ്ട് ഞാൻ ക്ലാസ്സിലിരുന്നു. അതില് എന്റെ പേര് വിളിക്കുന്നില്ല, പിന്നെ ഒരു പേരില്ല. പിന്നെ ടീച്ചർ പറഞ്ഞ എന്റെ പേര് സുനീർ ബാബു ആണ്. സുനീർ ബാബു. അങ്ങനെ ഞാന് പിന്നെ സുനീർ ബാബു മാറി. സുനീർ ബാബായി മാറി. അതേമാതിരി തന്നെ എന്റെ പേര് ദിൽരൂപ എന്നാ. എന്റെ ഒപ്പം കൊണ്ടെങ്ങാണ്ട് സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് ദിൽരൂപ. ഇപ്പൊ ഞാൻ ഫുള്ള് ദിൽരൂപ. ആ കാര്യത്തിൽ രണ്ടുപേരും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഞാൻ പറഞ്ഞത് പണ്ടത്തെ ആൾക്കാർക്ക് പേര് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ഇതാണ് തോന്നുന്നത്. ഹായ് ഹലോ നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു ക്യൂട്ട് കപ്പിളാണ്. കോണ്ടന്റ് ക്രിയേഷനിലൂടെയും യൂട്യൂബ് ബ്ലോഗ്സിലൂടെ ഒക്കെ നമ്മുടെ മനസ്സ് കീഴടക്കിയ മലപ്പുറത്തിന്റെ സ്വന്തം ട്രെൻഡി കപ്പിൾ. സ്വാഗതം. സുഖമായിരിക്കുന്നു രണ്ടുപേരും? ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ പേര് സോഷ്യൽ മീഡിയയിൽ എന്തിട്ടാലും ട്രെൻഡ് ആവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ട്രെൻഡി കപ്പിൾ എന്ന് പേരിട്ട്? അങ്ങനെ സത്യം പറഞ്ഞാൽ ആദ്യം ഏതൊക്കെയായിരുന്നു? മല്ലു എസ് ടി ബ്ലോഗ്സ് ആണ് പേര്. ഓക്കെ, അത് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർക്ക് പറഞ്ഞു മാനം കിടും. നമുക്ക് ഫംഗ്ഷനൊക്കെ പോയാല് എന്താ ചാനൽ പേര് വെച്ചുമ്പോ മല്ലു എസ് ടി ബ്ലോഗ്സ് കുറച്ച് തോന്നുന്നുണ്ടല്ലോ. അതെ, ഞാൻ ചോദിക്കാം എന്താ റിപ്പീറ്റ് ചെയ്യാൻ മടിയായിരുന്നു. അങ്ങനെ ആലോചിക്കാണ്ട് ഒരു പേരിട്ടാ ട്രെൻഡി കപ്പിൾ. അത് അടിച്ചു കയറി പോയി. നല്ല ലെക്കായിരുന്നു, സുഖമാണ്. അതിനെപ്പോഴും ട്രെൻഡ് ആയിട്ടിരിക്കും. ഇത് മാറി വിളിക്കാറുണ്ടോ ആൾക്കാർ? നമ്മൾ കുറച്ചു മുമ്പ് വരെ നമ്മള് ഫണ്ണായിട്ട് പറഞ്ഞു, ശരിക്കും അങ്ങനെ മാറി വിളിക്കാറുണ്ടോ? ഓക്കെ, എനിക്കൊന്ന് 5 വർഷമായി എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ. 5 വർഷം കഴിഞ്ഞു. ഓൾറെഡി വീഡിയോസ് നോക്കുന്ന സമയത്ത് ഒരു 5 years കാണിക്കണേ. 6 വർഷമായി തുടങ്ങിയാണ്. എനിക്ക് ആദ്യം കുക്കിംഗ് ബ്ലോഗ് റെസിപ്പീസ് ആണ് ആദ്യം ആളിട്ട് തുടങ്ങിയത്. അതെന്താ സംഭവിച്ചാല്, എനിക്ക് ഞാൻ +2 കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. ഞങ്ങളെല്ലാം വീട്ടിലൊന്നുമില്ല, ഒരു പണിയില്ലാതിരിക്കുക.
അപ്പൊ ആൾക്ക് ആദ്യം ഉണ്ടായിരുന്നു ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതില് സ്പോർട്സ് അങ്ങനത്തെ ഈ നമ്മള് ഫേസ് കാണിക്കാത്ത ഇങ്ങനെ വോയിസ് വോയിസ് ഓവർ എടുത്ത് കണ്ട് ഈ അനൗൺസ്മെന്റ് അങ്ങനത്തെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കളികളൊക്കെ ജസ്റ്റ് അതിന്റെ ഒരു റിവ്യൂ ആണ് അനൗൺസ്മെന്റ് എങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇടും. അന്നൊന്നും പറഞ്ഞാൽ യൂട്യൂബ് എന്താ ശരിക്കും നമുക്ക് അറിയില്ല. ഇപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും യൂട്യൂബ് പറ്റി നമുക്ക് അറിയാം. ഒരുപാട് ചാനൽ അതിനായിട്ടുണ്ട്. അന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ വീഡിയോ ഇട്ട് ചില വീഡിയോ അടിച്ചു കയറി പോയി മോണിറ്റൈസേഷനായി. പിന്നെ ഇത് എങ്ങനെ പൈസ എടുക്കുക എങ്ങനെ ചെയ്യാന്നൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ ആ ചാനൽ ഞാൻ മൈൻഡ് ചെയ്യാതായി. അങ്ങനെ പിന്നെ കല്യാണത്തിന് ശേഷമാണ് പിന്നെ ഈ ചാനല് പിന്നെ ഇവള് തുടങ്ങി. ചാനൽ പോയി ഓട്ടോമാറ്റിക്. എനിക്ക് അന്നൊന്നും നമ്മള് തുടങ്ങുന്ന ടൈമിലൊന്നും മെയിലിന്റെ പാസ്വേഡ് ഒന്നും അറിയില്ല. ഇപ്പൊ നമുക്ക് എല്ലാത്തിന്റെ നമുക്ക് ഈ ഫീൽഡ് ആയതുകൊണ്ട് നമ്മളെല്ലാം ഓർക്കും സെയിം ആയിട്ട് ഇടും. അന്നൊന്നും അറിയില്ലല്ലോ. ഒരു ഫോണ് മാറിയപ്പോ അറിയില്ല. അങ്ങനെ പിന്നെ ഇവളെ അനിയന്റെ ഫോണിൽ തോന്നുന്നുണ്ട് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എന്തോ ചെക്ക് ചെയ്ത ടൈമില് ചാനൽ കിട്ടി. അതില് പിന്നെ ഞാൻ വെറുതെ റെസ്റ്റിന് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് തുടങ്ങി. ഫുഡിന്റെ തുടങ്ങിയത് കേക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്തത്. ഫേസ് കാണിക്കൂല അങ്ങനെ ഇട്ട് തുടങ്ങി. പിന്നെ ഞാൻ തന്നെ ഫേസ് കാണിച്ചങ്ങാണ്ട് അന്നത്തെ വീഡിയോ ഒന്ന് എടുത്തു നോക്കാൻ കൊറേ വീഡിയോ ഡിലീറ്റ് ആക്കിയാണ്. അന്ന് അങ്ങനത്തെ കേക്ക് ഉണ്ടാക്കുക അതേമാതിരി കുപ്പിയൊക്കെ പൊറുക്കി കൊടുക്കാണ്ട് ആർട്ട് നല്ല വരക്കൊക്കെ ചെയ്യുന്നു. അത് കൊറോണ സമയം കൂടെ ആണെങ്കിൽ പിന്നെ അതായിരുന്നു പണി. കൊറോണന്റെ മുന്നെയാണ് കല്യാണം കഴിഞ്ഞത്. കാരണം ഒരു പണിയില്ല. ഞാനാണ് എനിക്ക് ആദ്യം കല്യാണം കഴിഞ്ഞ് പോയാല് കുറെ വരക്കണം, എനിക്കായിട്ട് ഒരു ഏരിയ ഉണ്ടാക്കണം, അങ്ങനൊക്കെ ഒരു മൈൻഡിൽ വെച്ച് പോയത് കല്യാണം കഴിഞ്ഞിട്ട്. നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ മലപ്പുറത്ത് കൊണ്ടുപോയി കണ്ട് ചേർത്താൻ വേണ്ടി പോയി. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചേർത്തി. ബുക്ക് എല്ലാം അറിയാം അവിടുത്തെ. നേരത്തെ ഇതിനൊരു പാഷൻ കാരണം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണ് സ്റ്റിച്ച് ചെയ്യാന് കുറച്ചറിയാം. ഈ മറ്റേ പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്, ഡ്രോയിങ് അതൊക്കെ എനിക്കറിയാം. അതാണ് അവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഡയറക്റ്റ് പഠിക്കേണ്ടത് ഫാഷൻ ഡിസൈനിന് ഡ്രസ് ഡിസൈൻ ചെയ്യണതാണ് പഠിക്കാൻ ആഗ്രഹം. ഞാൻ വരക്കുകയൊക്കെ ചെയ്യുന്നു. ഓരോ മോഡല് ബുക്കിൽ വരക്കും. അപ്പൊ അതുകൊണ്ട് ഇവര് ഡയറക്റ്റ് ഗ്ലാസ് പെയിന്റിങ് അങ്ങനത്തെ പഠിപ്പിക്കണോണ്ട് ഇതൊക്കെ അറിയാറുണ്ട്. ഞാൻ ഇറങ്ങി പോന്നു. അതില് പിന്നെ അതങ്ങനാണ്ട് പോയി. പിന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണത്. ആദ്യമായിട്ട് ഇട്ട വീഡിയോ അത് കേക്കിന്റെ വീഡിയോ വോയിസ് ഓവർ ആയിട്ട് പുഡിങ് ഇട്ടുകാണ്ട് പുഡിങ് ആദ്യമായിട്ടൊരു ബോൾ പുഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് ഫേസ് കാണിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓർമ്മയില്ല. ഈ ഫേസ് കാണിച്ച് ആദ്യം ഇടുമ്പോ ടെൻഷൻ ഉണ്ടാവുമല്ലോ, ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും. അന്ന് ആ വീഡിയോ ഇട്ടപ്പോ എങ്ങനെയായിരുന്നു? അതിന് അങ്ങനത്തെ ഒരു ബോധേ ആദ്യമായിട്ട് ഞങ്ങൾ ഇതേമാതിരി ഒരു അങ്ങോട്ട് പോയൊരു ഇന്റർവ്യൂ എടുത്തു. അതായത് നമുക്ക് എന്താ കണ്ടന്റ് ഒന്നും അറിയില്ല. ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഓരോ ഈ ഇൻസ്റ്റയിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കലാണ്. അങ്ങനെ അന്ന് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്താട്ടി ഒരു ഉൾക്ക പോയി എന്നപ്പോ ഒരു ഫാം കണ്ടു അല്ലെ. ഫാം നമ്മള് ഞാൻ കുറച്ചിങ്ങനെ തുടങ്ങിയപ്പോ ബാബുവിനെയും കൂടി ബാബുനാക്കി ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുക്കും. നമ്മളെ വീഡിയോ എടുക്കും. പിന്നെ ഒരു ഇന്റർവ്യൂ പോയി അങ്ങോട്ട് പോയി പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫാമിൽ അങ്ങോട്ട് ചോദിച്ചു. അതായത് അന്ന് 2000 സബ്സ്ക്രൈബർ ഉള്ളൂ. അപ്പൊ ചോദിക്കാൻ പാടിണ്ട് ഓരോട് എങ്ങനെ ചോദിച്ചാൽ പറ്റുമോ, ഇഷ്ടപ്പെടൂല. ലാസ്റ്റ് ചോദിച്ചു അയാളൊരു നാളെ വന്നുകൊണ്ടേ പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട് അങ്ങനെ പുറത്തൊരു വീഡിയോ എടുക്കണേ. പിന്നെ ഓരോരോ നമ്മളതായിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ എടുത്ത് ആദ്യമൊക്കെ എല്ലാവർക്കും പരാതിയായിരുന്നു. അതായത് ഒരു കല്യാണത്തിനൊക്കെ പോയാല് നമ്മളെ ഫാമിലിയിലായാലും അവിടെ പോയാലും ഓലെ ഫേസ് കാണിക്കണ്ട അറിയും. കാണിക്കണ്ട നമ്മളെ ഫേസ് കാണിക്കണ്ട. അപ്പൊ കല്യാണത്തിനൊക്കെ പോയാൽ എന്തായാലും ഫേസ് കാണിക്കാൻ കഴിയില്ലല്ലോ. നമ്മളെ ഫേസ് മാത്രം കാണില്ലല്ലോ. എല്ലാവർക്കും അങ്ങനെ പരാതി വരും. അപ്പൊ ഞങ്ങൾ കുറെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ വീഡിയോ ഒക്കെ. വീഡിയോ വന്നതിന് ശേഷം നമ്മളിപ്പോ ഒരു ഫാമിലി ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം പോലെ കണ്ടിട്ട് പറഞ്ഞൊക്കെ ഇപ്പൊ എവിടെയും പോയാൽ എടുക്കണം, വീഡിയോ എടുക്കണം. ഞങ്ങൾ അതുകൊണ്ടല്ല നമ്മളിപ്പോ ഇത് കഷ്ടപ്പെട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഒരു വെളിയുണ്ടാവും. ഹാർഡ് വർക്ക് ആരും കാണില്ല. എല്ലാവരും വളരെ എളുപ്പമാണ് നിങ്ങളുടെ ബ്ലോഗ്. നമ്മളെ കമന്റ് ബോക്സിലൊക്കെ എന്താ ചോദിക്കാറോ, എന്തെങ്കിലും വല്ല പണിക്ക് കൂടെ ഇത് വെറുതെ കിട്ടുന്ന പരിപാടി, ഇത് എന്തൊക്കെ റിസ്ക് ഉണ്ട് ഇതിന്റെ പുറമെ. ഇതെന്താന്ന് അറിയണവർക്ക് ഇതിനെ പറ്റി അറിയുള്ളൂ. ശരിയാണ്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ എല്ലാവരും ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു. എന്ത് അങ്ങനത്തെ ഒരു ഇത് ഉള്ളി പറയണമെന്ന് അറിയില്ല. നമ്മളെ മുന്നിൽ ഇപ്പൊ വലിയ കാര്യമാണല്ലോ. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇതൊരു യൂട്യൂബ് ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ആൾക്കാർ ഇതില് കണ്ടമാന ലക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് വെറുതെ കിട്ടുകയാണ്.
അങ്ങനത്തെ ചിന്താഗതി. ഇതിന്റെ അവസ്ഥ എന്താ? നമ്മൾ നേരെ പോലെ തിരിച്ചാൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കണം. ശരിയാ. അതിന്റെ ഒന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് എന്താ റിസ്ക് ഒന്നും ആൾക്കാർക്ക് അറിയില്ല. ശരിയാ. ഓരോ മൈൻഡിൽ ഓരോന്ന് വിളിച്ചു പറയും കമന്റ് ബോക്സിൽ. നമ്മളിത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ തന്നെ എന്തോരം പണിയാന്ന് അറിയുന്നു. എന്തേ പണിക്കൂടെ വെറുതെ തിന്നുകാണ്ട് പിന്നെ തടിനെ കുറിച്ച് തന്നെ എല്ലാവർക്കും അതാണ് പ്രശ്നം. അല്ല മെയിൻ അതിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോഴും ഉണ്ട് ബാബുവിന്റെ തടിനെ കുറിച്ച് നല്ല പറച്ചിലായിരുന്നു. അതൊക്കെ എനിക്ക് ഞാൻ ബാബു പറയുമ്പോ മെയിൻറ്റ് ചെയ്യണ്ട, ഞാനും മെയിൻറ്റ് ചെയ്യാറില്ല. മിഞ്ഞാന്ന് ജിൽഷാദിന് വല്ലപ്പൂവിന്റെ ഒരു മകളുടെ ബർത്ത്ഡേന് പോയിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ പോയിട്ട് അതിന്റെ വീഡിയോ ഇട്ടി ഞങ്ങള് യൂട്യൂബിൽ. അതിൽ വന്നിട്ട് ഭയങ്കര സങ്കടമായ കമന്റ് ആണ്. അതപ്പോ അതിൽ എന്തായാലും ബാബുവിനെ എന്തിനാണ് വിളിച്ചത്? അവിടെ വന്നിട്ട് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് അവിടെ ചോറ് ചെയ്യാതെക്കാനാണോ? ആളെ സ്ഥിരമായിട്ട് കമന്റ് ചെയ്തനാ ഒരു സീനത്തോ അങ്ങനത്തെ എന്തോ ഒരു കമന്റ്, എന്തോ ഒരു ഫേക്ക് ഐഡിയ ആണ്. ഭയങ്കരമായൊരു നെഞ്ഞത്തേക്ക് തറച്ചൊരു കമന്റ് ആണ് അതൊക്കെ. ഇതിപ്പോ ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങളൊരു യൂട്യൂബർ ആണ്, നിങ്ങളുടെ വീഡിയോസ് ഇത്ര അധികം ആളുകൾ കാണാറുണ്ട്, ഇപ്പൊ പലതരത്തിലെ കമന്റ്സ് വരാറുണ്ട്, ഇപ്പൊ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലും അല്ലാതെയൊക്കെ. അപ്പം നിങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കമന്റ്സ് നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ശരിക്കും കമന്റ്സ് പറഞ്ഞോലും പറട്ടെ. പക്ഷെ ഞങ്ങൾക്ക് ഈ ഒന്നിന്റെ തടിന്റെ കമന്റ് നമ്മൾ കുറെ ഭക്ഷണം വെച്ചിട്ടില്ല. വെള്ളം കുടിച്ചാല് തടി കൂടും. ഞാൻ ആ കൂട്ടത്തില് വെള്ളം കുടിച്ചാൽ തടി കൂടും. അത് ആർക്കും അറിയില്ല. അതൊരു ഹോർമോൺ ഒരു ഇതാണ്. വെള്ളം കുടിച്ചാൽ തടി കൂടും. അങ്ങനത്തെ ഒരു ദശ ആൾക്കാർക്ക് എന്താ ഞാനങ്ങനെ തിന്നിട്ട് ഇങ്ങനെ മറിയാണ്. നമ്മള് ചില വീഡിയോയിലൊക്കെ നമ്മളെ കണ്ടന്റിന് വേണ്ടി നമുക്ക് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഉണ്ടാവും. നമുക്ക് ഫുള്ള് കഴിച്ചിട്ടില്ല. നമ്മൾ പുറത്തിൽ പ്രൊമോഷന് പോകുമ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കണ അങ്ങനത്തെ വീഡിയോ കയറാം ആൾക്കാർ നമ്മളിങ്ങനെ തിന്നിട്ട് ഇങ്ങനെ മറിയാണ്. അതിന്റെ അവസ്ഥ തന്നെ. നമ്മളിപ്പോ ഹോട്ടലിൽ നമ്മൾ പുറത്ത് പോയ ഫുഡ് കഴിക്കും, ചെറിയൊരു ചായ കുടിക്കാൻ കയറിയിട്ടുണ്ടോ നമ്മള് റീലിടുന്നോണ്ട് അതൊക്കെ അതിൽ പോലും ഇങ്ങനെ കഴിച്ചോണ്ട് ബാബുവിന് തടി നമ്മള് യൂട്യൂബിൽ ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ദിവസം 3 നേരം ഭക്ഷണം കഴിക്കണുള്ളൂ. ആ 3 നേരം നമ്മൾ വീഡിയോ എടുക്കും. ഒരു മിനിറ്റ് ഷോർട്സ് ആണെങ്കിലും നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ ഇവർക്ക് എപ്പോഴും ഇതാ പരിപാടി ഫുഡ് കഴിക്കലാണ്. അതാണ് ഇത്ര തടി. ബാബു അത് ഇത്ര തടി ഇല്ലേനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ബാബുവിന്റെ അമ്മ പറയും തടി ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെയാണ് ഡോക്ടറെ കഷായം കൊടുക്കാൻ വേണ്ടി മലപ്പുറത്ത് കൊണ്ടേക്കാണ്ട് എങ്ങനെയായിരുന്നു തടിയില്ലാത്തൊരു ചെക്കനേനു. അന്ന് ഞാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അങ്ങനെ ഞാൻ ഫുൾ ടൈം കളി. അങ്ങനെ ഒരു 10 വർഷം മുന്നേ എൻ്റെ ലഗമെന്റ് പൊട്ടി പന്തളിച്ച് കണ്ട്. അതിനുശേഷം കളിക്കാൻ പറ്റില്ല. കോപ്പർച്ചി എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അതിനുശേഷം കളി നിർത്തി. പിന്നെ കല്യാണത്തിന് വേണ്ടി ഇവിടെ കിട്ടാൻ വേണ്ടി ഞാൻ ഭയങ്കരമായ ഒരു 50 കിലോ കുറച്ചു. 50 കിലോ ഇങ്ങനെ ആക്കി. അപ്പോഴും ആൾക്കാർക്ക് പരാതി എനിക്ക് എന്താ ഷുഗർ പിടിച്ചാണോ. പിന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇല്ല. അത് നാട്ടിലെ ആൾക്കാർ ചോദിക്കുന്നത് ആർക്കും അറിയില്ല. ഇപ്പോഴും ഫോട്ടോ ഇട്ട ആൾക്കാർ അത്ഭുതമാണ്. ഇത്ര തടി കുറഞ്ഞാണോ? ഞാൻ ആൾക്കാർ കാട്ടി കൊടുക്കില്ല. ഇന്നെ കൊണ്ട് ഇങ്ങനെ ആക്കാൻ കഴിയും. ഞാൻ 3 വട്ടം കുറച്ചതാ. നമ്മളെ മുട്ടാടുക്കൽ ഇവിടെ കിട്ടാൻ വേണ്ടി മുട്ടാടുക്കൽ ഞാൻ തടച്ചതാ. കല്യാണത്തിന് തടച്ചതാ. പിന്നെ ഒരു തടച്ചാ. ഇപ്പൊ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞാണ്ട് പക്ഷെ ടൈം കിട്ടില്ല. കാരണം നമുക്ക് ഇത് ഫുള്ള് പുറത്തേക്ക് കയറാം. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാതൊക്കെ പറ്റില്ല. നമ്മളെ ട്രാക്കാണ്. ഞാൻ മഞ്ചേരി ജിമ്മിലെ പോലെ. അപ്പൊ ഒരു ട്രാക്കാണ് 6 മണിക്കൂർ വർക്കൗട്ടാ. ആർക്ക് പറയാൻ വിശ്വസിക്കും. അത്രക്ക് ട്രാക്കാണ്. ഡെയിലി 1 കിലോ വെച്ച് പറയും. ഡെയിലി 1 കിലോ. പക്ഷേ നമ്മൾ എങ്ങനെ ഇരുന്നാലും നമ്മള് ഹാപ്പി ആണോ അത് മാത്രം. എനിക്ക് തോന്നുന്നു ആളുകൾ ഇപ്പൊ ബോഡി ഷേമിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരവരുടെ കാര്യം നോക്കും. നമ്മുടെ ശരീരം വെച്ച് കമന്റ്സിൽ പലതും വരലുണ്ട്. കുറെ ഒക്കെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ എല്ലാത്തിനും ഞാനായാലും ബാബുവായാലും എല്ലാത്തിനും നമ്മൾ കമന്റ് റിപ്ലൈ കൊടുക്കാറില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ടെന്നാലും പറയണം. ഇപ്പൊ ഞാൻ പറഞ്ഞ കമന്റല്ലോ അതിനടിയിൽ ഒരു 10-15 കമന്റ് വേറായി. ഓല ചീത്തറുണ്ട്. അവരങ്ങോട്ട് ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമല്ലേ. അത് ഞാൻ എടുത്തു പറയില്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെത്തരണോ ചിലപ്പോ നമ്മൾ അറിയുന്ന ആൾക്കാരനെ കയറും. എന്റെ ഇതായി മനസ്സിലാത്താണ്. നമ്മളറിയണ നമ്മളെ നാട്ടുപ്രദേശത്തോ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഉള്ളത് ആരെങ്കിലും കയറും. കാരണം ഓൽക്കാട് നമ്മൾ നന്നാണ് ഇഷ്ടമില്ലാത്ത. സത്യം, ശരിയാ. അല്ലാതെ പുറത്തെ ആൾക്കാരാവില്ല. കൂടുതൽ നമ്മൾ അറിയുന്ന ആൾക്കാരെ കയറും. കാരണം ഒരാൾ നന്നാണ് ഒരാൾക്ക് ഇഷ്ടമില്ലല്ലോ. അതാണ് ഇതിന്റെ സത്യം. ഇപ്പൊ മലപ്പുറത്ത് മാത്രം അറിയുന്ന അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ മാത്രം ജനിച്ചു വരുന്ന ആളുകൾ ഇപ്പം നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നിങ്ങളുടെ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് പേർക്ക് നിങ്ങൾ അറിയാം. ഇപ്പം നിങ്ങളൊന്ന് ട്രാവൽ ചെയ്താൽ തന്നെ ഒരുപാട് പേര് വന്ന് സംസാരിക്കും. ആ ഒരു ചേഞ്ച് എങ്ങനെയാ നിങ്ങൾ കാണുന്നത്? ഭയങ്കര സന്തോഷം. കാരണം ഇപ്പൊ എവിടെയും പോയാൽ നമ്മൾ കുടുങ്ങൂല. എവിടെ പോലും അമ്മാറുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ എന്തിനു പോലും നമ്മൾ കുടുങ്ങൂല. ഇപ്പൊ ഒരു വണ്ടി എന്തെങ്കിലും കംപ്ലൈന്റ് എവിടെ കുടിയാലൊക്കെ അപ്പൊ വരും ആൾക്കാർ. ട്രെൻഡിങ് കപ്പിൾസ് അല്ലേ, ദിൽറുബ സുനീർ അല്ലേ, നിങ്ങൾ വീടിന് ആൾക്കാരല്ല ഹെൽപ്പ് ചെയ്യാണ്ടാവും. അതിന് ഭയങ്കര സന്തോഷം. പിന്നെ ഒരു ഫംഗ്ഷന് പോയാലും
അത് വേറൊരു അനുഭവമാണ്. അതിപ്പോ ഈ ഒരു യൂട്യൂബ് ഫീൽഡ് നമ്മൾ ഇറങ്ങിയതിന് ശേഷം വേറെ ഒന്നും നമുക്ക് കൂടുതൽ സന്തോഷം എന്ന് പറയുമ്പോൾ ആൾക്കാർ അറിയണു എന്നുള്ളത് ഒരു ഇതാണ്. വേറെ ഒന്നും നമുക്ക് ഉണ്ടാക്കും അത്ര ഇതില്ല. എന്നാലും എല്ലാരും വന്നങ്ങാണ്ട് അറിയാത്ത നാട്ടിലൊക്കെ പോയി നമ്മളെ അടുത്തേക്ക് വന്നങ്ങാണ്ട് കൈ തരുന്നേ നമ്മളോട് സംസാരിക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ നിങ്ങളെ ഇപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, നിങ്ങളെ കൂടുതൽ അറിയാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. ശരിക്കും യൂട്യൂബ് അല്ലാതെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊന്നും പറയോ? നിങ്ങളെ പേര്, കാര്യങ്ങൾ? പേര് എല്ലാവർക്കും അറിയാം എങ്കിലും. എന്റെ പേര് സുനീർ ബാബു. ബാബു എന്ന് നിക്നെയിം എല്ലാവരും വിളിക്കണേ. കൂടുതൽ എല്ലാവർക്കും ബാബു ബാബു എന്ന് കേട്ടിട്ടുണ്ട്. എന്റെ പേര് ആദ്യം വേറെ പേരായിരുന്നു, റഹ്മാന്. അത് എല്ലാം മാറ്റി. എന്റെ പേര് സജീർ ബാബു എന്നായിരുന്നു. അതായത് എന്റെ പേര് ചെറുപ്പത്തിൽ സജീർ ബാബു ആയിരുന്നു. എന്റെ വാപ്പി സജീർ ബാബു. അങ്ങനെ സ്കൂള് മദ്രസയിൽ സജീർ ബാബു എന്നാണ്. ഈ സ്കൂൾക്ക് നമ്മൾ ചേർത്താൻ കൊണ്ടുപോയപ്പോ അന്നത്തെ ഇതല്ലേ അമ്മ കൊണ്ട് ചേർത്തിയപ്പോള് അമ്മോനെ പോലെ ഒന്നെങ്കിൽ പോലെ എഴുതിയത് മാറിയതാണോ ഞമ്മ പറഞ്ഞത് മാറിയണോ. അപ്പൊ പിന്നെ ഞാൻ സ്കൂൾ ഒന്നാം ക്ലാസ്സിൽ പണ്ടത്തെ ആൾക്കാർക്ക് പേര് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഈ സ്കൂളിൽ ചേർത്തിക്കാണ്ട് ഞാൻ ക്ലാസ്സിലിരുന്നു. അതില് എന്റെ പേര് വിളിക്കണില്ല, പിന്നെ പേരില്ല. പിന്നെ ടീച്ചർ പറഞ്ഞ എന്റെ പേര് സുനീർ ബാബു ആണ്. സുനീർ ബാബു. അങ്ങനെ ഞാന് പിന്നെ സുനീർ ബാബു മാറി. സുനീർ ബാബായി മാറി. അതേമാതിരി തന്നെ എന്റെ പേര് ദിൽരൂപ എന്നാ. എന്റെ ഒപ്പം കൊണ്ടെങ്ങാണ്ട് സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് ദിൽരൂപ. ഇപ്പൊ ഞാൻ ഫുള്ള് ദിൽരൂപ. ആ കാര്യത്തിൽ രണ്ടുപേരും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഞാൻ പറഞ്ഞത് പണ്ടത്തെ ആൾക്കാർക്ക് പേര് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ഇതാണ് തോന്നുന്നത്. എനിക്കൊന്ന് യൂട്യൂബ് ചാനലിന്റെ പേര് നമ്മൾ ആദ്യമായിട്ട് ഇതല്ല പിന്നീട് മാറ്റി. നിങ്ങളുടെ റിയൽ ലൈഫിലെ നെയിം പിന്നീട് മാറ്റം വെച്ചു. അപ്പൊ പേരിലൊരു മാറ്റം എപ്പോഴും സംഭവിക്കുന്നത് അതൊരു ലെക്കായിട്ട് മാറുന്നുണ്ടല്ലോ പിന്നീട്. പക്ഷെ ഞങ്ങള് രണ്ടാളെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ വിളിക്കുമ്പോ ദിൽറുബ, സുനീർ ബാബു അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ഈ എഴുതുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ DILRUB എന്നാണ് ശരിക്കോളെ ഒറിജിനൽ പേര്. അങ്ങനെ കൊണ്ടേക്കാണ്ട് DILROOP എന്നാക്കി. പിന്നെ ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം എല്ലാ പ്രൂഫും ഒരേ സെയിം പേരാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ എഴുതുമ്പോ നമ്മൾ പറയുമ്പോ ദിൽരൂപ എഴുതുമ്പോ അതങ്ങനെ ആയി. നിങ്ങളുടെ ആദ്യത്തെ വൈറൽ വീഡിയോ ഏതാ? അത് ഫസ്റ്റ് ആയിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഷെയിമേനു വീഡിയോയിൽ വരാന്. ഇവളിങ്ങനെ നിർബന്ധി കുറെ മുന്നേ കല്യാണം ഒരു വർഷം കഴിഞ്ഞ ശേഷം ഇവള് പറയും വീഡിയോ ഒക്കെ പറയും. ഞാൻ എനിക്ക് മടിയാണ്, ആൾക്കാർ എങ്ങനെ കാണും. അങ്ങാടിക്ക് ഇവർക്ക് അങ്ങാടി കയറേണ്ട ആവശ്യമില്ല, എനിക്ക് അങ്ങാടി കറങ്ങേണ്ടി ആൾക്കാർ കളിയാക്കില്ല. അങ്ങനെ ഒരു തെങ്ങുമ്മല് കേറുന്ന അങ്ങനത്തെ ഒരു വീഡിയോ. തെങ്ങുമ്മലല്ല ഒരു കണ്ടന്റ് എങ്ങനെയാ വെച്ചാല് തേങ്ങടാൻ ആള് വന്നതാ. ഞാൻ വീട്ടിലത്തെ ഒരാള്, അതില് ആള് ബാബു തെങ്ങുമ്പോ കേറി. അതില് ഞാൻ അങ്ങനെ നിന്ന് നോക്കുക, അതില് ചെടിയിട്ടില്ല. അങ്ങനെ ഇട്ടിട്ട് ഒരു തേങ്ങട 100 ഉറുപ്പിക ഇവള് 200 തരികയാണ്. ഞാൻ പറഞ്ഞത് ഏറുണ്ടല്ലോ അതിന് വൈകാണ്ട് അടിച്ചു കയറി. ഇതാരെ കോണ്ടന്റ് ഐഡിയ ആരാ ശരിക്കും ഈ രണ്ടുപേരും ആലോചിക്കും. പിന്നെ നമ്മളൊക്കെ പുറത്ത് ചിലത്തെ കാരണം പുറത്തേക്ക് പോകുമ്പോ ഓരോന്നും ഇങ്ങനെ കിട്ടും. അല്ല നമ്മള് എന്താണ് കുറച്ചൊക്കെ നമ്മൾ എടുക്കും നമ്മളെ സ്വന്തം കണ്ടന്റ്. ചിലത് നമ്മള് എന്താ കുറച്ച് അപ്പുറത്തുനിന്നൊക്കെ ഇങ്ങനെ എടുക്കും. കാരണം മറ്റു ലാംഗ്വേജിൽ അടിച്ചു മാറ്റാറുണ്ട്. ഡെയിലി വീഡിയോ ആണ്ടേ നമുക്ക് നല്ല കണ്ടന്റ് ആണ് തോന്നുന്നത് നമ്മൾ ചെയ്യും. അതിന്റെ കമന്റ് ബോക്സ് സെർച്ച് കോപ്പി. ശരിക്കും പറ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഈ പറയണ നമ്മളെ കോണ്ടന്റ് ആളുകൾ ഈ പറഞ്ഞ കോപ്പി എന്ന് പറയും. ചിലപ്പോ നമ്മുടെ ഓൺ കോണ്ടന്റ് ആയിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും കോപ്പി എന്ന് പറഞ്ഞ വിഷമാവാറുണ്ടോ? വിഷമില്ല, കാരണം ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതല്ലേ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, കാരണം ഡെയിലി ഉണ്ടാക്കണ്ടേ. ചിലപ്പോ 2 വീഡിയോ ഒക്കെ ഉണ്ടാക്കും, രാവിലെ ഒന്നും വൈകുന്നേരം. അതിന്റെ കൂടെ യൂട്യൂബ് ഉണ്ടാക്കണം. യൂട്യൂബില് ഇപ്പൊ ഡെയിലി 3 ഷോർട്സ് വെച്ചുണ്ടാക്കും. അതുപോലെ എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കും. അത് ഇപ്പൊക്കെ ഒരു ദിവസം വീഡിയോ ഉണ്ടാക്കി ഭയങ്കര എനിക്കൊരു ഇതുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബില് ഒരു ദിവസം 3 എണ്ണം ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളതാ. ഇപ്പൊ ലോങ് ഇല്ലെങ്കിൽ ഷോർട്ട് എനിക്ക് നിർബന്ധ. കോമഡി ആണെങ്കിൽ അത് എക്സ്ട്രാ അതിന് പോസ്റ്റ്. ഞാൻ ഇന്റത് എന്തെങ്കിലുമൊക്കെ മിനി വ്ളോഗ് പോലെ എന്തെങ്കിലും ചെയ്യും. ഇടാൻ ഞാൻ മനസ്സിലൊരു എന്തോ ഇടിക്കണോ. ഈ കോമഡി ആളുകള് ചിരിപ്പിക്കുക അല്ലെങ്കിൽ കോമഡി കോണ്ടന്റ് ഇടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അത് പണിയാ. എനിക്ക് നിങ്ങളിൽ അത് കോമഡി കോണ്ടന്റ് കൂടുതലായിട്ട് കാണാറുണ്ട്. അതന്നെ നമ്മള് ഭയങ്കര ചടപ്പേനു ചളിയേനു തോന്നും. നമ്മൾ ആണോ അപ്ലോഡ് ചെയ്യണോ കൊറേ ഞങ്ങളെന്നെ കാണും. പിന്നെ കോപ്പി എന്ന് പറഞ്ഞല്ലോ, അത് ഓരോ രീതിയിൽ ചെയ്യുന്നത്, നമ്മള് നമ്മളെ രീതി ചെയ്യുന്നത്. ഇത് നമുക്ക് ഡെയിലി ഓരോ കണ്ടന്റ് വേണല്ലോ. ഞാൻ എന്താ പറയാ കമന്റ് കാണുമ്പോ കോപ്പി. നമ്മള് ഒരു സിനിമ ഒരു പ്രാവശ്യം കാണുമ്പോ പിന്നെയും കാണില്ലേ,
ആ ഒരു മൈൻഡിലെടുത്താൽ അത്ര എടുത്താ മതി. ആളുകൾ കാസ്റ്റിംഗ് അങ്ങോട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മലപ്പുറം സ്ലാങ്ങിന്റെ ഒരു ഫാൻ ബേസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഇപ്പൊ എനിക്കൊന്ന് നിങ്ങളുടെ ഭാഷക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൽ കേൾക്കാൻ തന്നെ ആളുകൾക്ക് ഇഷ്ടമാണ്. അതിനെങ്ങനെയാ കാണുന്നത്? അത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ആദ്യമൊക്കെ കുറെയൊക്കെ ഞങ്ങൾക്ക് തന്നെ ഒരു ഷെയിം വരും. നമ്മളെ ഒരു ഭയങ്കര സ്പീഡ് ട്രാക്ക്, ഭയങ്കര സ്പീഡാ. എന്റെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ബാബുവിന്റെ സംസാരം ഭയങ്കര സ്പീഡാണ്. നമ്മളങ്ങനെ ശീലിച്ചു പോയി. അതെ. പിന്നെ അത് മാത്രല്ല പുറത്തുള്ള ആൾക്കാരും കാണുമല്ലോ, നമ്മളെ ലാംഗ്വേജ് ചിലപ്പോൾ നമ്മളെ ആൾക്കാർക്ക് അറിയുണ്ടാവുള്ളൂ, പുറത്തുള്ളവർക്ക് കേൾക്കാൻ രസിക്കാറും പക്ഷെ മനസ്സിലാവുമെന്ന് അറിയില്ല. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മള് എങ്ങനെ ഇപ്പൊ സംസാരിക്ക ബാബു, നമ്മളെ രീതി സംസാരിച്ചാൽ ശരിയാവോ, ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ആദ്യമൊക്കെ നമ്മള് പറയുമ്പോ പക്ഷെ പിന്നെ മലപ്പുറം ഇപ്പൊ പിന്നെ ഒന്നും വിഷയമില്ല. നമ്മളിങ്ങനെ നമ്മളെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും നമ്മളായിട്ട് ഇപ്പൊ യൂട്യൂബ് കോണ്ടന്റ് ചെയ്യുന്ന നമ്മൾ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ നമ്മൾ നമ്മുടെ സ്റ്റൈല് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്, അതോ കുറച്ചും കൂടി എല്ലാ ലാംഗ്വേജിലെ ആൾക്കാർക്ക് മനസ്സിലാവട്ടെ എന്ന രീതിയിൽ ഏറ്റവും ബെറ്റർ നമ്മളെ ഭാഷ അതിനോട് വെക്കൂല. എന്തിനാ മറ്റുള്ള പോലെ ഭാഷ തപ്പി കഴിയൂല. ഏറ്റവും ബെറ്റർ ആണ് നമ്മളായിട്ട് ചെയ്യാ. അത് നടക്കുള്ളൂ. കാരണം മറ്റുള്ളവരുമായി നമ്മൾ കുറെ എത്ര നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റൂല. നമ്മളായിട്ട് ആണെങ്കിൽ നമുക്ക് എത്രയും അങ്ങനെ നമ്മളൊരു ഫ്രീയിൽ നമുക്ക് ചെയ്യാം. ഇത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ നിന്നുകാണ്ട് അതങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് എത്തുമ്പോ നമ്മള് ആയിക്കോട്ടെ കേട്ടോ അതായി മാറും. എനിക്കിപ്പോ മലപ്പുറം സ്ലാങ് പഠിക്കണമെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ മലപ്പുറം ഭാഷ പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? അതിപ്പോ കാസർഗോഡ് ഓരോ ലാംഗ്വേജ് വേറെ നമ്മള് പക്ഷെ ഓരോ കൂടെ നിന്ന് കുറച്ച് ദിവസം ഇങ്ങനെ പഴകുമ്പോ ആള് പറഞ്ഞിട്ടില്ല ഇന്ന് മലപ്പുറം ഓരോ ഏരിയയിൽ ഓരോ ഭാഷയാണ്. ഇപ്പൊ ഞങ്ങളെ ഏരിയയിലൊക്കെ പറഞ്ഞാല് കുണു ഒരു വാക്കില് പോയിക്കുണു, പോയി എന്നുള്ളത് ശരിക്കും 2 വാക്ക് ഏറെയാണ്. പോയി പറഞ്ഞാൽ മതി, പോയിക്കണ്, വന്നുന്നില്ല വന്നിക്കണ്, എനിക്ക് ഈ ഭാഷ എനിക്ക് ഇപ്പൊ സുഖമില്ലെന്ന് ചോദിച്ചാൽ മതി. അനക്ക് സുഖല്ലേ, എന്താ വിശേഷം, എന്താ പാട്. പിന്നെ ഇജ്ജ് നമ്മള് ഓക്കെ. ഇപ്പൊ മലപ്പുറത്ത് ഇപ്പൊ ഫുഡ് അതുപോലെ ഫുട്ബോള്, ഇതിൽ ഏതാ പ്രിയപ്പെട്ടത്? എനിക്ക് ഓൾറെഡി സ്റ്റോറി പറയുമ്പോ ഞാൻ അങ്ങോട്ട് പറയാം ഫുട്ബോൾ ആയിരിക്കും. അത് ഫുട്ബോൾ തന്നെയല്ലേ മലപ്പുറത്തുകാർക്ക് ഏറ്റവും ഇഷ്ടം പറഞ്ഞ ഫുട്ബോളാ, ഫുഡിനെ കാട്ടി. അതെന്തുകൊണ്ടാ മലപ്പുറംകാർക്ക് ഇത്രയും ഫുട്ബോളിനോട് ഒരു ഇഷ്ടം വരാൻ? എന്താ പറയാ, അതിന് ജനിച്ചു വളർന്നതിന്റെ പന്തലിമ്പൊക്കെ ഒരു ഇതാണ്. കാരണം പറഞ്ഞാൽ ഇവിടെ ഫുട്ബോളാണ് ഏറ്റവും കൂടുതൽ. ക്രിക്കറ്റ് ഒക്കെ വളരെ ചുരുക്കമായിരിക്കും. ഇപ്പത്തെ കാലത്ത് ഗ്രൗണ്ട് ഇല്ല. മറ്റേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞ എല്ലാ ഏരിയയിലും ഓരോ ഗ്രൗണ്ടുകളാ. സ്വന്തം വീടിനോട് കുറച്ച് സ്ഥലം അവിടെ ഗ്രൗണ്ടാ, അവര് പോസ്റ്റ് കുത്തിക്കാണ്ട് കളിക്കും. അങ്ങനത്തെ കാലായിരുന്നു. ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് അത്, നേരത്തെ പറഞ്ഞല്ലോ അപകടങ്ങൾ ഉണ്ടാവുന്നതിന്. അത് ഇപ്പത്തെ ടർഫിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ടർഫ് എന്തിനാ വെച്ചാല് ടർഫിൽ അതിനുള്ള സാധനങ്ങൾ വേണം കളിക്കാന്. അതൊന്നും ആൾക്കാർ സാധാരണ ബൂട്ടിട്ട് കളിക്കും, അതില് പരിക്ക് വരും. അങ്ങനെ വന്നാണ് ഇത്. ഇതേമാതിരി ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച ആ ഒരു ടൈമിലാന്ന് തോന്നുന്നത് അവര് കളിക്കാൻ പോയി. എന്നിട്ട് എന്ത് പടുമ്പില്ല അല്ല, ഞാൻ നാട്ടിലെ ആൾക്കാർ കളിക്കുമല്ലോ ഒരു പ്രദേശത്ത് എല്ലാവരും ഒരു 10 ടീമായി കണ്ട് എല്ലാ ചെക്കന്മാരും വെച്ചാണ്ട് അങ്ങനെ ഈ 2 വർഷത്തെ കാലൊക്കെ മാറി, നിന്റെ മനസ്സിൽ മാറി. അങ്ങനെ ഞാൻ പിന്നെയും കളിക്കാൻ ഇറങ്ങി. അങ്ങനെ പിന്നെ 3 മാസം റെസ്റ്റ് ആയി, ബെഡ് റെസ്റ്റ് ആയി. അതിലിപ്പോ കളി നോക്കുമ്പോ ഞാൻ പറയും പറ്റൂല. ഞാൻ കല്യാണം കഴിക്കും മുന്നേ പരീക്കാനേ വരില്ല. എന്നും രാത്രി ടർഫ്, ഒന്നെങ്കിൽ ടർഫില് അല്ലെങ്കിൽ എവിടെയെങ്കിലും കളി കാണാൻ പോവാ. മലപ്പുറം ജില്ലയിൽ എവിടെ കളി ഞങ്ങൾ അഖിലേന്ത്യൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും കളി കാണാൻ പോകും ഞങ്ങൾ ഫ്രണ്ട്സും. എല്ലാവർക്കും എല്ലാവരും ലൈഫായി. അപ്പൊ ആർക്കും കുറച്ചൊക്കെ എല്ലാവർക്കും പിരാത് മാറി. എല്ലാവർക്കും മക്കളും കുട്ടികളും ഫാമിലിയൊക്കെ ആയതുകൊണ്ട് മാറി. നിങ്ങളുടെ 2 പേരുടെയും ലവ് മാരേജ് ആണോ അത് അറേഞ്ച് മാരേജ് ആണോ? ലവ് കം അറേഞ്ച് മാരേജ്. ഓക്കെ. നാളൊക്കെ വന്നു മുഖത്ത്. അതല്ല, അത് മൂപ്പരാക്ക നാളെ വരും. ഞാൻ എന്താണ് ലോബ് ഉണ്ടായിരുന്നത്. ഓ അങ്ങനെ ഉണ്ടത്. ലവ് സ്റ്റോറി ഒന്ന് പറയൂ, നമുക്ക് കേൾക്കാം. എങ്ങനെയാണ്, എവിടെ വെച്ചാണ് കണ്ടത്? അതായത് എന്റെ ഒരു ഫാമിലി ഒരു ഫ്രണ്ട് ആയിരുന്നു. ഇവലെ ഫാമിലി ഞങ്ങൾ രണ്ടുപേരും ഫാമിലി തമ്മിൽ അറിയാം.
അങ്ങനെ ഇവളെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവക്ക് എന്നെ ഭയങ്കര ഒരു ബ്രോ, ഒരു കാക്ക, ഭയങ്കര കാക്ക, ഭയങ്കര ഞാന് ഒരു മൂത്ത ഏട്ടനില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരാളുടെ ലൈഫ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അവൾ എപ്പോഴും പറയും എനിക്ക് ഒരു കാക്ക, എന്റെ ഭയങ്കര കാക്കായിട്ട് കാണും. അപ്പൊ ഞാനും അതേമാതിരി എന്റെ മനസ്സിനുള്ളിൽ ഓളെ ഇഷ്ടമാണ്. അങ്ങനെ ഓളെ ഉമ്മാനോട് വാപ്പാണ് പറയും, ഓൾക്ക് കുഴപ്പമില്ല. അങ്ങനെ ലാസ്റ്റ് ഇവളോട് ഞാൻ പറഞ്ഞു ഇവക്ക് അപ്പോഴും പറഞ്ഞല്ല ഇവണ്ട് എനിക്ക് ആലോചനകൾ വരും അപ്പോഴൊക്കെ സത്യം. ഞാൻ പറയും, ഞാൻ ഓളോട് പറയും എത്താണ് എനിക്ക് വെറുതെ രസമില്ല, കുറച്ച് ലോങ്ങാണ് പറയും, വെറുതെ ലോങ് ഒന്നും കെട്ടിപ്പോണ്ട. അത് നടക്കും ഒക്കെ ഓക്കെ കാണാൻ പറ്റും. ഞാൻ എന്തെങ്കിലും ഇത് ഇന്നെ കേക്കണം, ഞാൻ വേറെ ആൺകുട്ടികളെ പ്രേമിക്കൊന്ന് പേടിച്ചിട്ടാ നിനക്കറിയില്ല, എന്നെ കൊണ്ടേ ഗേൾസ് കൊണ്ട് ചേർത്തിക്ക. സത്യം 10ാം ക്ലാസ് ഗേൾസിലാ, മലപ്പുറം ഗേൾസിലാ. കാരണം ആൾക്കാർ പ്ലസ് 2 ഇത് ചേർക്കാനൊക്കെ പോകുന്നത് ഇമ്മി ഉണ്ടാവും കൂടെ. ഇപ്പൊ ഇവിടെ ഇല്ല, ഇപ്പൊ തൃശ്ശൂരാ നിക്ക. കാരണം ഇപ്പൊ എന്റെ എന്താണ് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ അവിടെ. ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് മാസത്തിൽ ഇങ്ങനെ വന്ന് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇന്റെ 10 എവിടെയായിരുന്നു, എന്റെ 8, 9 തൃശ്ശൂരാ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും തൃശ്ശൂരായിരുന്നു. അവിടെ തൃശ്ശൂർ ലാംഗ്വേജ് ആയിരുന്നെങ്കിലും ഞാൻ എന്റെ മലപ്പുറം ഭാഷ വിട്ടിട്ടില്ല കേട്ടോ. അതാണ് നേരത്തെ പറയാൻ വന്നത്. അതില് എന്റെ 10ാം ക്ലാസ് ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്നത്. ആ ഒരു ടൈമിൽ ആളെ നമ്മളെ ഫാമിലി ഒക്കെ എല്ലാവരും കൂടി ഇങ്ങനെ പരിചയപ്പെടുന്നത്. അപ്പൊ അന്നാണ് 10ാം ക്ലാസ്സിൽ ഉണ്ടല്ലോ. എനിക്ക് കറക്റ്റ് ഞാൻ എടാ പോടെ വിളിക്കാത്തതൊന്നുമില്ല. ഇപ്പോഴും അതേപോലെ ഞങ്ങള് നല്ല ഫ്രണ്ട്സിന്റെ മാതിരിയാണ്. അത് ചില ആൾക്കാര് ഞങ്ങള് കുടുംബത്തിന്റെ പരിപാടിക്ക് പോയാലോ അങ്ങനെ അങ്ങനെയാണ് സംസാരമൊക്കെ. അപ്പൊ എല്ലാരും ഇവിടെ പറയും അങ്ങനെ വിളിക്കാൻ പാടില്ല, ഹസ്ബൻഡ് അല്ല അങ്ങനെ വിളിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മലപ്പുറത്തൊരു അപ്പൊ ഞാൻ പറയും എനിക്കൊരു പ്രശ്നമില്ല, കാരണം ഞങ്ങൾ അങ്ങനെയാണ് കണ്ടതും അങ്ങനെയാണ് ഞങ്ങൾ വളർന്നതും, പ്രശ്നമില്ല. സ്കൂളിൽ ചേർക്കാൻ പോയി. ഇനി ഇമ്മ ഉണ്ട്, ഇമ്മക്കൊന്നും അധികം ഞങ്ങൾ മലപ്പുറത്തേക്ക് വന്ന ടൈമായിരുന്നു. അതുകൊണ്ട് എന്താ ഏതാന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആളെ ചേർത്ത് കൂടാ, എന്നെ ചേർത്താൻ കൊണ്ടുപോകണല്ലോ. അപ്പൊ ഞാൻ ഓൾഡ് പറഞ്ഞേ അവിടെ നല്ല കോളേജ് ഉണ്ട്. സത്യം പറയട്ടെ, എനിക്ക് ഞാൻ എന്റെ 10 ചേർത്തുമ്പോ എന്റെ അമ്മയെ കൊണ്ട് ചേർത്തത്, ഇമ്മിയും കൂടെ ചേർത്തത്. ഞാൻ ആദ്യമില്ലേ ഇവിടെ ഒരു അത്താണിക്കൽ ഒരു MIC ഉണ്ട്, അവിടെ ഞാൻ ഒരു അലോട്ട്മെന്റ് സീറ്റ് ഒപ്പിച്ചെടുത്തിരുന്നു. പക്ഷെ അവളെ വാപ്പ പറഞ്ഞു കുറച്ച് ലോങ് പോകണ്ടായിരുന്നു. അതും നല്ലൊരു കോളേജാണ്, അത് ഗേൾസില്ല, വലിയ തുൽപ്പില്ലാത്ത കോളേജാണ്. അതിന് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ കാണരുത്, കുറച്ച് കോളേജാ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇവിടെ ആക്കി കൊടുത്തു. ക്രസന്റ് കയറി കുന്നുമലായിരുന്നു അത്. എന്നിട്ട് എനിക്ക് സത്യം പറയട്ടെ, ഞാൻ 10 ഗേൾസ് ബോയ്സ് ഇല്ലാത്തതിൽ അത് വേറെ ഒന്നും വെച്ചിട്ടില്ല. പക്ഷെ ഒന്നും കൂടി ഒരു വൈബ് വേറെ വൈബ്. കാരണം 8, 9 ഞാൻ ബോയ്സും വല്ലാതെ വൈബിന് പോയാല് പിന്നെ വൈബിന്റെ ഒരു കാര്യമില്ലല്ലോ. അതിൽ എന്നെ കൊണ്ടേങ്ങാണ്ട് ഗേൾസ് അപ്പുറത്ത് ബോയ്സിന്റെയും ഗേൾസിന്റെയും സ്കൂളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അതൊന്നും കൂടി ചില്ല. നല്ല നമ്മളെ സ്കൂൾ കാലഘട്ടം നമുക്ക് മറക്കാൻ പറ്റാത്തതാണല്ലോ. അപ്പൊ ഞാൻ ഒരു ദുൽമിന് പോയിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇന്നെ കൊണ്ടുപോയി ഗേൾസ് കൊണ്ടുപോയി ചേർത്തി. എന്നിട്ട് ഇപ്പൊ പറയണേ അതുകൊണ്ടല്ലാണ്ട് കിട്ടിയത്. അല്ല ഇത് ഇപ്പൊ അങ്ങോട്ട് ചേർത്തത് അന്ന് അറിയായിരുന്നോ? ഇതായിരുന്നു മനസ്സില് അറിഞ്ഞ് ഈ കാര്യം? ഞാൻ പിന്നെ ഇപ്പാനോട് സംസാരിച്ചു. ഞാൻ എന്റെ വീട്ടിൽ എന്റെ വീട്ടിലൊക്കെയാണ്, പ്രശ്നമില്ല, നല്ല കുട്ടികളുള്ള നമുക്ക് നോക്കാൻ അറിയും. ഇവിടെ സംസാരിക്കുമ്പോൾ അറിയും എനിക്ക് അന്വേഷിച്ചാണ്. പക്ഷെ എന്താ പ്രശ്നം, എന്റെ ബ്രോ അല്ലേ എന്നോട് ഡയറക്റ്റ് ചോദിച്ചിട്ട് കേട്ടാ. എന്റെ അപ്പാനോട് ഇമ്മാനോട് എന്റെ അനിയത്തിന് ആദ്യം ചാക്കിലിട്ട് അനിയത്തി ഭയങ്കര സപ്പോർട്ട്. ഇവളെങ്ങനെ ചീത്ത പറയും, പിന്നത്തെ വേറെ കെട്ടിപ്പിട്ട് കാര്യമുണ്ടോ, ഓനെല്ലാം നല്ലത്. ഞാൻ പറയും ഞാൻ അങ്ങനെ വണ്ടി കയറ്റി വിടും. നമുക്കേ കല്യാണം കഴിഞ്ഞാലേ നമുക്ക് മണാലിക്കോട്ടെ വണ്ടി എടുത്തോണ്ട് ഞാൻ ആദ്യം ഫുള്ള് ട്രിപ്പിന് വരാന്തേനു. അപ്പൊ ഞാനിങ്ങനെ പറയാം നമുക്ക് അവിടെ പോവാ ഇവിടെ പോവാ, ഞാൻ അവിടെ പോലുണ്ട് ഇവിടെ പോലുണ്ട് പറഞ്ഞിട്ട് ഇവള് ഭയങ്കര കൊമ്പത്തേരി. അപ്പൊ ലാസ്റ്റ് പറയും അല്ല ഇതിന്റെ ഒരു നല്ല ബ്രോ ആണ് അറിയും. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ആളെ ഞാൻ ഒരു മൈൻഡ്, നമ്മളൊരു ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് തോന്നണ്ടേ? ശരിയാണ്, ആ ഒരു ഫീൽ ഇതിനോട് ഇല്ലേന്ന് സത്യം. ഞാൻ എപ്പോഴും പറയും, എന്നോട് ചോദിക്കട്ടെ എങ്ങനെ എനിക്കറിയില്ല. അല്ല ഇതിനെങ്ങനെ പിന്നെ എസ് പറഞ്ഞു? ഒരു എസ് പറഞ്ഞ റീസൺ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതെങ്ങനെയാന്ന് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞ കളിയാക്കും മുട്ടിയിലെന്തോ കൂടോത്രം ചെയ്തു. അതാണ് ഞാൻ പെട്ടെന്ന് മിസ് പറഞ്ഞു. ഈ ഒരു ദിവസം രാത്രി ഞാൻ അങ്ങനെ എന്നും ഓരോ സ്പാർക്ക് തോന്നാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഫാമിലി ആയിട്ട് എവിടേക്കോ ഒരു ഫാമിലി ഞാനും
ഇവളും ഇവിടെ അനിയത്തിയും അനിയത്തിയും കൂടി ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല. ഇവിടെ പോയി ഇവിടെ മറ്റേ ഇവരങ്ങനെ അന്ന് വല്ലാതെ ട്രിപ്പ് ഒന്നും പോലെ ഞങ്ങള് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു കാക്കാര സ്നേഹം കക്കാടമ്പല് പോയി. ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകലും ഇല്ല. അപ്പൊ ആളാണ് ആദ്യമായിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അതിൽ ഇതേമാതിരി ഫസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം കേട്ടാ, വെള്ളം നല്ലോണം ഉണ്ട്. ഒരു കുന്നുമ്മ കയറി ഇങ്ങനെ നിന്ന് ഇങ്ങനെ കാണാം, ആളടിയിലുണ്ട്. ഈ എന്റെ അനിയത്തി എന്നെ പിടിച്ചിട്ട് അതില് ഞാൻ പിന്നെ മേത്തൊക്കെ പോയി ഇങ്ങനെ പിടിച്ചു. അതില് വിടാതെ വെള്ളത്തേക്ക് വിടാതെ ഇങ്ങനെ താങ്ങി പിടിച്ച് അതില് വിടിഞ്ഞു. അത്രേ ഉള്ളൂ. നമുക്ക് ഫീൽ 2 ദിവസം ഞാൻ വിളിക്കുന്നുണ്ട്. ഇവളും ഇവിടെ അമ്മീപ്പൊക്കെ വിളിക്കുന്നുണ്ട്. ഓള് കല്യാണത്തിന് സമ്മതിച്ചു ഞാൻ രാത്രി 10 ആയിക്കണു. ഞാൻ കട്ടാക്കി ഉറക്കത്തെ തന്നെയാണ് മുന്നിലേക്ക് അല്ല. ഞാൻ പിന്നെ ഉമ്മാട് പറഞ്ഞില്ല. രാവിലെ മാറ്റി പറയും. കാരണം ഇവിടെ പറയാനെ പറ്റിച്ചാണ്. ആലോചിക്കാണ് ഇതിപ്പോ ശരിയാവോ എനിക്ക് രാവിലെ ഇഷ്ടമാണ്. പിറ്റേ വൈകുന്നേരം പറയും മാണ്ട നടക്കൂല. അത് പിന്നെ എനിക്ക് നല്ല ബ്രോ ആണ്. ഞാൻ എനിക്ക് അങ്ങനെ എനിക്ക് അറിയില്ല. കാരണം നമ്മൾ ആ ഒരു വൈബ് വരുമോ, അതെങ്ങനെ ആവും, ഞങ്ങൾ രണ്ടാളും കൂടി എന്തേ കാരം അതൊക്കെ ചിന്തിക്കാണ്. ഇപ്പൊ വൈബ് എന്താ വൈബ് അതെന്തൊക്കെ ആണ് സത്യം. അങ്ങനല്ല സത്യം ഇങ്ങനെ പറയണെങ്കിൽ എനിക്ക് അന്ന് ഞാൻ നോ പറയുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ റിഗ്രറ്റ് അടിച്ചു. സത്യം. കാരണം സത്യം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഹസ്ബൻഡിന്റെ കൂടെ ഒരു കുട്ടികളെ മാതിരി നടക്കാന്നുള്ളല്ലേ ഭംഗി. ആദ്യമൊക്കെ എനിക്ക് ഭംഗി വേണം, ചെക്കന് നല്ല ചൊറുക്ക്, ആ ഒരു വൈബായിരുന്നു എനിക്ക്. മാപ്പിള ആവുമ്പോ നല്ല ഭംഗി ലുക്കൊക്കെ വേണം, വേറെ ഒന്നും ഇല്ലെങ്കിൽ ലുക്ക് വേണം എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നമുക്ക് ലുക്കിലൊന്നല്ല വേണ്ടത്, നമ്മളെ നോക്കി നമ്മൾ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പോണോടത്തേക്ക് അങ്ങനെ അങ്ങനെ ഒരു വൈബ് ഉണ്ടല്ലോ അത് വേണമെന്ന്. അതിപ്പോഴാണ് എനിക്ക് നാളെ ഞാൻ വേറെ ആരെയും കെട്ടിപ്പോയിന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലൊക്കെ ഒതുങ്ങി ഇങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും അല്ലേന്നു. ഞാൻ ഒരാളോട് മുണ്ടൂല, എനിക്ക് കല്യാണം ചേച്ചിന്ന് മനസ്സ് ഞാൻ വേറൊരു ടൈപ്പ് ചെയ്യുന്നു. ആരും മുണ്ടൂല, എനിക്ക് ഫോൺ ചങ്ങാച്ചിലൊക്കെ കമ്മിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചങ്ങട്ട് പോയി വർത്താനം പറയും, അപ്പളേ ഫ്രണ്ട്സ് ആവുള്ളൂ. ഒരു തോന്നുന്നു അങ്ങനെ ഒരു സ്കൂളിന്റെ കാലഘട്ടത്തിന് വല്ല ഫ്രണ്ട്സ് ഒന്നും അങ്ങോട്ട് പോയി മുണ്ടിയാ അവർക്ക് എന്താ തോന്നാന്ന് തോന്നി എനിക്ക്. കാണുവരൊക്കെ ജാടയാണ് പറയും. ഇപ്പൊ ആദ്യമൊക്കെ കുടുംബത്തിലെ ഫംഗ്ഷന് പോയാല് ഇവിടെ ആരോടും മുണ്ടൂല, ഇവിടെ ആരോടും മുണ്ടില്ല. അപ്പൊ ഞാൻ പറയും എല്ലാവരും പോയി മുണ്ടിക്കോ, ഓര് കരുതും എനിക്ക് ഭയങ്കര ജാടയാണ്. ഇപ്പൊ അയൽവാസികൾ തന്നെ ഇവിടെ പോരാട്ടം കണ്ട പിറ്റേ നമുക്ക് ആളെ വലിയ മൈൻഡ് ഒരാള് ഒരു പ്രാവശ്യം കണ്ട മനസ്സിലാവില്ല. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഫേസ് എനിക്ക് ഉള്ളിൽ കയറിയാൽ മറക്കൂല. പക്ഷെ ഒരാളൊരു പ്രാവശ്യം കണ്ട പിറ്റേ ദിവസം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ അടിയിൽ ഇതേമാതിരി ഇപ്പൊ ഓരോരുത്തരൊന്നും പരിചയപ്പെടൂട്ടാ, നല്ല നമ്മള് പിരിയും. പിറ്റേന്ന് പിന്നെ കണ്ടുമ്പോൾ അറിയില്ല ചുമ്പിള് ഞാൻ അങ്ങനെ മാനം കെടുത്തില്ല. ഓലെന്ത് കരുതാ ഭയങ്കര ജാടയാണ്. ഇതിന്റെ സത്യാവസ്ഥ തലേന്ന് പോയ ഷോപ്പിലേക്ക് ചിലപ്പോ പിറ്റേന്ന് കണ്ടാ പറയും അറിയില്ല ചും. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി കാണും. എനിക്ക് പിന്നെ ഒരാളെ കണ്ടാൽ പെട്ടെന്ന് ഞാൻ മറക്കൂല.